नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 60, പേജ് നമ്പർ 595. രുക്മി കൃഷ്ണന്റെ യഥാർത്ഥ ശത്രുവായിരുന്നെങ്കിലും സഹോദരിയായ രുക്മിണിയോടു അയാൾക്കു വലിയ വാത്സല്യമായിരുന്നു. എല്ലാ വിധത്തിലും അവളെ സന്തോഷിപ്പിക്കാൻ അയാൾ ആഗ്രഹിച്ചു. അതനുസരിച്ച് രുക്മിണിയുടെ പൗത്രനായ അനിരുദ്ധനു വിവാഹപ്രായമായപ്പോൾ രുക്മി തൻ്റെ പേരക്കുട്ടിയായ രോചനയെ അയാൾക്കു കൊടുത്തു. തൊട്ടടുത്ത ജ്ഞാതികൾ തമ്മിലുള്ള വിവാഹം വൈദിക സംസ്കാരമനുസരിച്ച് അനുവദനീയമായിരുന്നില്ല. എങ്കിലും രുക്മിണിയെ പ്രീതിപ്പെടുത്താനായി തൻ്റെ മകളെയും പൗത്രിയെയും കൃഷ്ണന്റെ മകനും പൗത്രനുമായി നൽകിയെന്നു മാത്രം. ഇങ്ങനെ അനിരുദ്ധനും രോചനയും തമ്മിലുള്ള വിവാഹാലോചന പൂർത്തിയായപ്പോൾ ദ്വാരകയിൽ നിന്നും ഒരു വലിയ വിവാഹ സംഘം അനിരുദ്ധനെ അനുഗമിച്ചു. തൻ്റെ സഹോദരിയെ കൃഷ്ണൻ തട്ടിക്കൊണ്ടു പോയതിനെ തുടർന്നു രുക്മി കുടിയേറി പാർത്തിരുന്ന ഭോജകടം എന്ന സ്ഥലം വരെ ആ സംഘം യാത്ര തുടർന്നു. മുത്തച്ഛനായ ഭഗവാൻ കൃഷ്ണനാണ് ഈ സംഘത്തെ നയിച്ചിരുന്നത്. ഒപ്പം ഭഗവാൻ ബലരാമനും കൃഷ്ണന്റെ പ്രഥമ പത്നി രുക്മിണിയും മകൻ പ്രദ്യുമ്നനും ജാംബവതിയുടെ പുത്രൻ സാംബനും മറ്റ് അനേകം ബന്ധുജനങ്ങളും കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. അവർ ഭോജകടത്തിലെത്തി. വിവാഹ ചടങ്ങുകൾ സമാധാനപൂർവം നടത്തപ്പെടുകയും ചെയ്തു. കലിംഗ രാജ്യത്തിലെ രാജാവ് രുക്മിയുടെ സുഹൃത്തായിരുന്നു. ബലരാമനുമായി കളിച്ചു അദ്ദേഹത്തെ പന്തയത്തിൽ തോൽപ്പിക്കാൻ രാജാവ് രുക്മിക്കു ദുരുപദേശം നൽകി. ക്ഷത്രിയ രാജാക്കന്മാരുടെ ഇടയിൽ വാതുവെപ്പും ചതുരംഗത്തിൽ ചൂതാട്ടവും അസാധാരണമായിരുന്നില്ല. ആരെങ്കിലും ഒരു സുഹൃത്തിനെ ചതുരംഗം കളിക്കാൻ വെല്ലുവിളിച്ചാൽ സുഹൃത്തിനു അതു നിഷേധിക്കാനാവില്ല. ശ്രീ ബലരാമൻ ചതുരംഗം കളിയിൽ അത്ര വിദഗ്ധനായിരുന്നില്ല. ഇക്കാര്യം കലിംഗ രാജാവു മനസ്സിലാക്കിയിരുന്നു. അതിനാൽ ചതുരംഗം കളിക്കാൻ ബലരാമനെ വെല്ലുവിളിച്ച് കൃഷ്ണന്റെ കുടുംബാംഗങ്ങളോടു നേരിടാൻ രുക്മിയെ ഉപദേശിച്ചു. വിദഗ്ധനായ കളിക്കാരനല്ലാഞ്ഞിട്ടും ശ്രീ ബലരാമൻ രുക്മിയുടെ വെല്ലുവിളി സ്വീകരിച്ച് കളിക്കാനിരുന്നു. സ്വർണ നാണയങ്ങളായിരുന്നു പന്തയം. ദ്രവ്യം: ആദ്യം ബലരാമൻ 100 നാണയം പന്തയം വച്ചു. പിന്നെ 1000, തുടർന്നു 10,000. എല്ലാ തവണയും ബലരാമൻ തോറ്റു.
രുക്മിയാണു ജയിച്ചത്. ശ്രീ ബലരാമന്റെ തോൽവി കൃഷ്ണനെയും ബലരാമനെയും വിമർശിക്കാൻ ഒരവസരമായി കലിംഗ രാജാവു കണ്ടു. ഇങ്ങനെ കലിംഗ രാജാവ് പരിഹാസമായി സംസാരിക്കുകയും കൽപ്പിച്ചുകൂട്ടി തന്നെ ബലരാമന്റെ നേരെ പല്ലിളിച്ചു കാണിക്കുകയും ചെയ്തിരുന്നു. കളിയിൽ തോറ്റതിനാൽ പരിഹാസപൂർവമായ വാക്പ്രയോഗത്തിൽ ബലരാമൻ അസഹിഷ്ണുവായി. അദ്ദേഹം അല്പമൊന്നു ക്ഷോഭിച്ചു. രുക്മി വീണ്ടും വെല്ലുവിളിച്ചപ്പോൾ ബലരാമൻ 1,00,000 നാണയം പന്തയം വച്ചു. ഭാഗ്യവശാൽ ഇത്തവണ ബലരാമനായിരുന്നു ജയം. ജയം ബലരാമനായിരുന്നിട്ടും ബലരാമൻ തോറ്റതായും വിജയി താനാണെന്നും രുക്മി തന്ത്രപൂർവം അവകാശവാദം തുടങ്ങി. ഈ നുണ കേട്ടു ബലരാമന് രുക്മിയോടു തീവ്രമായ കോപം തോന്നി. ബലരാമന്റെ ക്ഷോഭം ആകസ്മികവും ശക്തവുമായിരുന്നു. പൗർണമി നാളിൽ സമുദ്രത്തിലുണ്ടാകുന്ന വേലിയേറ്റം പോലെ തീവ്രവുമായിരുന്നു. ബലരാമന്റെ കണ്ണുകൾ സ്വാഭാവികമായി തന്നെ രക്തവർണമാണ്. ക്ഷുബ്ധനും കോപിഷ്ഠനുമാകുമ്പോൾ അവ കൂടുതൽ രക്താഭമാകും. ഇത്തവണ അദ്ദേഹം 10 കോടി നാണയങ്ങൾക്കാണു വെല്ലുവിളി നടത്തിയത്. ഹരേ കൃഷ്ണ.